എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സമൂഹത്തിലെ പ്രമേഹ രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. സർവ്വസാധാരണമായ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രമേഹം. എന്നിരുന്നാൽ പോലും ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിന്റെ അന്ത്യാവസ്ഥ എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗം എങ്ങനെ വരുന്നു, ഇതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പ്രമേഹം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഗ്ലൂക്കോസില് ഷുഗർ ലെവൽ കൂടുന്നു എന്നുള്ളതാണ് സാധാരണ എല്ലാ ആളുകളുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രം അല്ലെ. എന്നാല് അതിന് പിന്നിൽ യഥാർത്ഥ കാരണം അല്ലെങ്കിൽ യഥാർത്ഥ പ്രമേഹ രോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് വരുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെ, ആ കാർബോഹൈഡ്രേറ്റിനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത്. ഈ ഗ്ലൂക്കോസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. വിവിധ കോശങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വിവിധ പ്രവൃത്തികൾക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ബാങ്കിനെയാണ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൽ നിന്ന് വരുന്ന ATP എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് എന്നാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ഗ്ലൂക്കോസ് മൊത്തം നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ബാലൻസ് വരുന്ന ഗ്ലൂക്കോസിനെ നമ്മൾ ശരീരത്തിലെ ഫാറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടാണ് സൂക്ഷിക്കുന്നത് ശരീരത്തിന്റെ വിവിധ കോശങ്ങളിൽ. അപ്പൊ ഇതിനെ സഹായിക്കുന്നത്, അതായത് കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസിനെ കയറ്റി വിടാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കോശങ്ങളുടെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു പ്രധാന കീയാണ് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണായ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ വരെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഇൻസുലിൻ ആണ് നമുക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ശരിയായ രീതിയിൽ ഉണ്ടാകാതെ വരുന്നു, ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട്, വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയുന്നില്ലാത്ത ഒരവസ്ഥ. ഇതിനെയാണ് പ്രധാനമായിട്ടും ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹ രോഗം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പ്രമേഹത്തിനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ്, ജസ്റ്റേഷണൽ ഡയബറ്റിസ്. ടൈപ്പ് 1 ഡയബറ്റിസ് ആണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുന്ന ഒരവസ്ഥ. ഇത് പലപ്പോഴും എന്തെങ്കിലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അറിയപ്പെടാത്ത പല പല കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ഈ ഒരു ടൈപ്പ് 1 ഡയബറ്റിസ് ആളുകളിൽ ഉണ്ടായി എന്ന് വരാം. രണ്ടാമത്തേതാണ് ടൈപ്പ് 2 ഡയബറ്റിസ്. ആവശ്യത്തിന് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എന്നാൽ ഇതിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥ. ഇതിനെയാണ് ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കോമൺ ആയിട്ട് കാണുന്നത് ഈ ഒരു ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. ഇത് വരാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിത ശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റം. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഗ്ലൂക്കോസിനെ മൊത്തം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഒരുപാട് ഗ്ലൂക്കോസ്, അതായത് നമ്മുടെ ഇൻസുലിൻ അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളിൽ ഉൾക്കൊള്ളാവുന്നതിനെ കഴിഞ്ഞും ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. അപ്പം നമ്മുടെ കോശങ്ങളെല്ലാം സൂക്ഷിച്ചതിന് ശേഷം വീണ്ടും ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് ഇൻസുലിൻ ചെല്ലുമ്പോൾ കോശങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നു, നമ്മുടെ ഇൻസുലിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ ഗ്ലൂക്കോസിന്റെ ലെവൽ ഓട്ടോമാറ്റിക്കലി ബ്ലഡിൽ ഉയരുന്നു. ഇതാണ് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കോമൺ ആയിട്ട് വരുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാനും ഗ്ലൂക്കോസിന്റെ ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാന മാർഗം. പിന്നെ വരുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണ്. അതായത് പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറിയോട് ആ ഒരു പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ മാത്രം ഡയബറ്റീസ് കാണുന്നു. അതിന് മുമ്പൊന്നും നമുക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നില്ല. പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി കാണിക്കും, നമുക്ക് പ്രമേഹ രോഗം കൺഫേം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് അത് മാറുന്നു. ഇങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പോൾ ആ ഒരു ഡെലിവറിയോടുകൂടി ഒരു കണ്ടീഷൻ മാറി അവർക്ക് നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി അടുത്തത് വരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ സ്ഥിരീകരിക്കുന്ന കൺഫേം ചെയ്യുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ഒരു ദാഹം, അമിതമായിട്ടുള്ള വിശപ്പ്, അതുപോലെ തന്നെ അമിത ക്ഷീണം, ഇത് മൂന്നും പ്രധാനമായിട്ടുണ്ടാവും. പിന്നെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രം, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനെ കഴിഞ്ഞും കൂടിയ അളവിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകാൻ തോന്നുന്ന ഒരു അവസ്ഥ. ഇത്രയുമാണ് ഇതിന്റെ കാർഡിനൽ സിംറ്റംസ് എന്ന് പറയുന്നത്. കൂടാതെ അതുമായിട്ടുള്ള ഒരു ക്ഷീണം ഉണ്ടാവും. പിന്നെ നമ്മുടെ വെയിറ്റ് ലോസ്, പെട്ടെന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ മുറിവുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ഉണങ്ങുന്നില്ലാത്ത ഒരവസ്ഥ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡയബറ്റീസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെൻസേഷൻ പോകുന്നത്, അതായത് നമുക്കൊരു ടിംഗ്ലിംഗ് സെൻസേഷൻ ഒക്കെ അനുഭവപ്പെടാതില്ലെന്നുണ്ടെങ്കിൽ
നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ നുള്ളിയാലൊക്കെ അല്ലെങ്കിൽ ഉറുമ്പ് കടിച്ചാലൊക്കെ വേദന അറിയാൻ പാടില്ലാത്ത ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മുടെ കാലുകളായി പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ച മങ്ങുന്നു, അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് തിമിരം പോലെയുള്ള അതിലേക്കൊക്കെ പോകുന്നു. ഡയബറ്റിസ് ന്യൂറോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. ആ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് സെൻസേഷൻസിനകത്ത് ഓൾട്ടറേഷൻസ് ഒക്കെ വരുന്നത്. അതായത് നമുക്ക് ശരിയായ രീതിയിൽ നമ്മൾ തൊടുന്നത് അല്ലെങ്കിൽ നമുക്കൊരു വേദന വരുന്നതൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാവാൻ പറ്റാതെ പോകുന്ന ഒരു അവസ്ഥ. പിന്നെ കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂത്രം പതഞ്ഞു പോകാം, മൂത്രത്തിൽ തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്, ശരീരത്തിൽ ചൊറിച്ചിൽ വരാം. അതുപോലെ തന്നെ സ്കിന്നിൽ ഇൻസുലിൻ വരുന്നതിന് മുമ്പ് ഈ ഒരു ഇൻസുലിന്റെ റെസിസ്റ്റൻസ് വരുന്ന ആ ഒരു സമയത്ത് തന്നെ ചെറിയ ചെറിയ പാലുണ്ണി കണക്കിനുള്ള ഗ്രോത്തുകൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് പലപ്പോഴും ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നു അല്ലെ. നമ്മുടെ ശരീരത്തില് നോർമൽ ആയിട്ടുള്ള ഒരാളില് ഈ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കൂടി കഴിയുമ്പോൾ ഇൻസുലിൻ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസിന്റെ ആ ഒരു മെറ്റബോളിസം മാത്രമല്ല, ഒരു ചെറിയ ഗ്രോത്ത് ഹോർമോൺ കൂടിയാണ്. അപ്പൊ നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ ഗ്രോത്ത്സ് ഉണ്ടാക്കുന്നു. അപ്പൊ നമുക്ക് പാലുണ്ണി പോലെയുള്ള ഗ്രോത്തുകൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ സ്കിന്നില്, തൊടയിടുക്കില്, അതുപോലെ തന്നെ കഴുത്തിന്റെ പിറകുവശത്ത്, കക്ഷത്തില് ഒക്കെ ബ്ലാക്ക് കളർ ഡിസ്കളറേഷൻ വരുന്നു. അക്കാൻഡോസിസ് നൈഗർ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് ആ ഒരു ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി എന്ന് വരാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യുറൈനറി ഇൻഫെക്ഷൻ വരുന്നു, മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടുന്നു, നമ്മുടെ ആ ഒരു പ്രതിരോധ ശേഷി കുറയുന്നു. ഇങ്ങനെയുള്ള സിംറ്റംസും പ്രമേഹ രോഗികളിൽ അല്ലെങ്കിൽ പ്രമേഹം വരുന്നതിന് മുമ്പായിട്ട് രോഗികളിൽ കാണപ്പെടുന്ന പ്രധാന സിംറ്റംസ് ആണ്. എന്നിരുന്നാൽ കൂടി യാതൊരു വിധത്തിലുള്ള സിംറ്റംസ് ഇല്ലാതെയും ഒരാളില് ഈ ഒരു പ്രമേഹ രോഗം സ്റ്റാർട്ട് ചെയ്തു എന്ന് വരാം. അപ്പൊ നമ്മൾ പെട്ടെന്നൊരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അത് കൺഫേം ചെയ്യുന്നത്. എന്നാൽ പെട്ടെന്ന് നമ്മൾ ഒരു FBS അല്ലെങ്കിൽ PPS ചെയ്യുമ്പോൾ ഉടനെ ഇത് കണ്ടു അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടി കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം FBS PPBS എന്ന് പറയുന്ന ടെസ്റ്റുകൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ, അത് ഇന്നോ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ കഴിച്ച ഭക്ഷണത്തിൽ കുറച്ച് ഷുഗർ കണ്ടന്റ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രസൻസ് നമ്മുടെ ബ്ലഡിലുള്ളത് കാരണം ചിലപ്പോൾ കൂടിക്കണ്ടു അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡില് ഷുഗർ ലെവൽ ഉയർന്നു കണ്ടു എന്ന് വരാം. അതുകൊണ്ട് FBS PPBS നമുക്ക് ഷുഗർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്നത്. ഇത് നമുക്ക് 3 മാസത്തോളം നമ്മുടെ ബ്ലഡില് ഉണ്ടായിരിക്കുന്ന ആ ഗ്ലൂക്കോസിന്റെ ഒരു ശരാശരി അളവ് കണക്കാക്കാനായിട്ട് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് കൊണ്ട് സാധ്യമാകും. അപ്പം നമുക്കൊരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആണോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്ത് നോക്കേണ്ട ടെസ്റ്റ് HbA1c തന്നെയാണ്. അപ്പോ ഒരു FBS അല്ലെങ്കിൽ PPBS നമ്മൾ നോർമലി പോയി ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഗ്ലൂക്കോസ് ഉയർന്നു കണ്ടു അല്ലെങ്കിൽ പ്രമേഹത്തിന്റെ ഒരു സംശയം കണ്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും HbA1cയും കൂടി ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് പ്രമേഹ രോഗം ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ആൾക്കാരുടെ പ്രധാന സംശയം, എങ്ങനെ നമുക്ക് ഈ ഒരു രോഗം അല്ലെങ്കിൽ ഇതിന്റെ ഒരു രോഗം നമ്മൾ ശരിയായ രീതിയിൽ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാനായിട്ട്, അതായത് ഈ ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ നമ്മളുടെ ബ്ലഡ് വെസൽസിൽ ഒക്കെ പോയി അടിയാണ് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. സ്ട്രോക്ക്, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കിഡ്നി ഫെയിലിയർ വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഫാറ്റി ലിവർ വരാം, കൊളസ്ട്രോൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്ലൂക്കോസിനെ എല്ലാം കൂടിയ അളവിലുള്ള ഗ്ലൂക്കോസ് പലപ്പോഴും എന്താണ് ഫാറ്റ് മോളിക്യൂൾസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ വരാനും നമ്മുടെ ബ്ലഡിൽ ട്രൈഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ എല്ലാം ഓൾട്ടർ ആവാനും ഒക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ്, ഈ ഒരു ഡയബറ്റിസ് എന്ന് പറയുന്നത് വളരെ നമ്മുടെ ശരീരത്തിനെ മൊത്തം നശിപ്പിച്ച് കളയുന്ന ഒരു രോഗം തന്നെയാണ്. സോ നമുക്ക് ഡയബറ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയും ഡയബറ്റിസ് നമ്മുടെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിന്റെ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഡയബറ്റീസിനെ മരുന്നുകൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. അതുകൊണ്ട് തന്നെ അതായത് നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് പിന്തുടർന്നത് കൊണ്ട് വന്നു ചേർന്ന ഒരു അസുഖമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ചേഞ്ചസ് കൊണ്ടുവരണം. അപ്പം ഇതിന്റെ പ്രധാന കാരണങ്ങളായിട്ടുള്ള
അതെന്താണ്, അല്ലെങ്കിൽ ഒബേസിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ, ഓവർ വെയിറ്റ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ കൺട്രോൾ കൊണ്ടുവരണം. ഭക്ഷണത്തിൽ എന്തെങ്കിലും നമ്മൾ മധുരമുള്ള എല്ലാ പദാർത്ഥങ്ങളും ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. ചോറിന്റെ ഉപയോഗം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് പകരമായിട്ട് ഹോൾ ഗ്രെയിൻസ്, നമുക്ക് എന്താണ് ഈ നവധാന്യങ്ങൾ എന്നൊക്കെ പറയുന്നവയുണ്ടല്ലോ, തിന, ചോളം, അല്ലെങ്കിൽ എന്താണ് കൂരവ് പോലെയുള്ള നവധാന്യങ്ങൾ, ചെറുധാന്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് അരിക്ക് അല്ലെങ്കിൽ ഗോതമ്പിന് പകരം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ അരി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ബ്രൗൺ റൈസ്, തവിട് കളയാത്ത അരി ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഗോതമ്പാണെന്നുണ്ടെങ്കിലും മുഴുവൻ ഗോതമ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മുഴുവൻ ഗോതമ്പ് പൊടിച്ചതിന്റെ തവിടോടുകൂടി തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പൂർണ്ണമായിട്ട് നമ്മൾ മൈദ അല്ലെങ്കിൽ വൈറ്റ് റൈസ് പോലെയുള്ളവ പൂർണ്ണമായിട്ട് നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവയുടെയൊക്കെ ഉപയോഗം, അരിയുടെയും ഗോതമ്പിന്റെയും ഒക്കെ ഉപയോഗം നമ്മുടെ ഡെയിലി ലൈഫിൽ ചുരുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു നേരമൊക്കെ മാത്രമായിട്ടൊക്കെ ചുരുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ധാരാളം പച്ചക്കറികൾ കഴിക്കുക. അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഇലക്കറികൾ, മറ്റ് പഴങ്ങൾ, ഇതൊക്കെ കഴിക്കുക. പഴങ്ങൾ കഴിക്കുമ്പോഴും മുഴുവൻ പഴമായിട്ട് കഴിക്കുക. ഒരിക്കലും അത് ജ്യൂസ് അടിച്ച് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന ആർട്ടിഫിഷ്യൽ ഷുഗർ അടങ്ങിയിട്ടുള്ള മധുര പലഹാരങ്ങൾ, അതുപോലെ തന്നെ പാനീയങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ളവർ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തില് എനർജി കൂടുമ്പോൾ, നമ്മുടെ എനർജി പുറത്തേക്ക് പോകുന്നില്ലാതെ വരുമ്പോഴാണല്ലോ ഇത്തരത്തിലൊരു പ്രശ്നം നമ്മളുടെ ശരീരത്തിനെ ബാധിക്കുന്നത്. സോ നമ്മുടെ ആ ഒരു അധികമായിട്ട് വരുന്ന ആ ഒരു എനർജിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് എങ്കിലും ഡെയിലി ഒരു 20 തൊട്ട് അല്ലെങ്കിൽ 30 മിനിറ്റ് എങ്കിലും മാക്സിമം എന്താണ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമ്മൾ വളരെ കഠിനമായിട്ടുള്ള അധ്വാനങ്ങളൊന്നും ചെയ്യേണ്ട. നമ്മൾ നോർമലി നടക്കാൻ പോകാറുണ്ടല്ലോ, അപ്പം നമ്മൾ സാധാരണ നടക്കുന്നതിനെ കഴിഞ്ഞും കുറച്ച് കൂടിയ സ്പീഡിൽ, അതായത് നമുക്ക് സംസാരിക്കാൻ പറ്റണം, എന്നാൽ നമ്മൾ കിതയ്ക്കുന്ന ആ ഒരു രീതിയിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ബ്രിക്ക് വാക്കിംഗ് എന്ന് പറയുന്നതിന്, അപ്പൊ ആ ഒരു രീതിയിൽ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മാത്രം മതിയായിരിക്കും. ഡെയിലി ഒരു 20 മിനിറ്റ് ചെയ്താലും മതിയായിരിക്കും. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് ഈ ഒരു രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറ്റുന്നവര് മറ്റുള്ള എക്സസൈസ്, സൈക്ലിങ് അല്ലെങ്കിൽ ജോഗിങ്, അതല്ലെങ്കിൽ ജിമ്മിൽ പോകാനൊക്കെ സാധിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മെഡിറ്റേഷൻസ്, യോഗ പോലെയുള്ളവ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെസ്, ആൻസൈറ്റി പോലെയുള്ളവയൊക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ കൂട്ടാനായിട്ട് കാരണമാവുകയുള്ളൂ. അപ്പം അവയെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രോപ്പർ സ്ലീപ്പ്, പിന്നെ നമ്മുടെ വാട്ടർ ഇൻടേക്ക്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു വാട്ടർ ഇൻടേക്ക്, ഇതെല്ലാം ഒരു ഡയബറ്റീസ് നിയന്ത്രിക്കുന്നതിന് വളരെ പ്രധാനമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം കറക്റ്റ് ആയിട്ടുള്ള മെഡിസിനും കൂടി, ട്രീറ്റ്മെന്റും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനും അതുപോലെ തന്നെ മെഡിസിൻസിനും തുല്യ പ്രാധാന്യമാണ്. അപ്പൊ ഇതിന് രണ്ടിനും നമ്മൾ ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡയബറ്റീസ് രോഗത്തിനെ നമ്മുടെ കൺട്രോളിലാക്കാനായിട്ട് സാധിക്കും.